ടി കെ രാജഗോപാൽ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ടി കെ രാജഗോപാൽ, ഇത് അവിശ്വസനീയമായ കാര്യമാണ്. അങ്ങ് ഇപ്പോൾ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞ മാതൃഭൂമിയുടെ ഈ പഴയ കുറിപ്പുകൾ, അവിടെ ഇന്ന് സ്വർണം പൂശും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്ന് എഴുതിയതും അന്നത്തെ ലേഖനങ്ങളൊക്കെ അതിലേറെയും അങ്ങയുടേതും കൂടിയായിരുന്നു. അതായത് ആ ചരിത്രപരമായ വഴികൾ അങ്ങേക്ക് കുറച്ചുകൂടി വ്യക്തമാണ്. ഇതിനിങ്ങനെ ഒരു പരിസമാപ്തി പ്രതീക്ഷിച്ചിരുന്നോ? മധു, അയ്യപ്പസ്വാമിയുടെ പൊന്ന് പൊന്ന് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അന്ന് UB ഗ്രൂപ്പ് കൊടുത്ത സ്വർണം, അവിടെ സ്വർണം പൊതിയാൻ നേതൃത്വം കൊടുത്ത ശില്പിയുണ്ട്, ശ്രീ നാഗരാജൻ. നാഗരാജൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് അങ്ങനെയാണ്. 24 കാരറ്റ് തങ്കത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പൊന്നെന്നാണ്, അയ്യപ്പസ്വാമിയുടെ പൊന്ന്. ആ പൊന്നിനെക്കുറിച്ച് പത്മകുമാറിന്, പത്തനംതിട്ടക്കാരനായ ആറന്മുളക്കാരനായ പത്മകുമാറിന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അതിൽ പറയാൻ എന്തൊരു കളവാണ് അദ്ദേഹം പറയുന്നത്. മാധു എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ 42 കിലോ. അത് മാധുവിൻ്റെ ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വന്ന കാര്യമാണ്. 42 കിലോ എടുത്തുകൊണ്ട് പോവുകയാണ്. പോയ ശേഷം തിരിച്ചു വന്നത് 38 കിലോയേ ഉള്ളൂ. അതാ 4 കിലോയുടെ വ്യത്യാസം. അത് കോടതി ചോദിച്ച ചോദ്യമാണ്. അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴേ നമ്മൾ പറയുന്നതിൽ ഒരു കൂട്ടയോട്ടം നടക്കുകയാണ് ഇവിടെ. ശബരിമല കേസിലൊരു സ്വർണ്ണക്കൊള്ള കേസിലൊരു കൂട്ടയോട്ടം നടക്കുകയാണ്. അതിൽ ബാറ്റൻ ഓരോരുത്തർക്കായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ SITയുടെ അന്വേഷണം വളരെ കൃത്യമായി വന്നപ്പോഴത്തേക്ക് ഓരോരോ ഓട്ടക്കാരും ഇതിനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പത്മകുമാറിലും എത്തിയിരിക്കുന്നു. വാസുവിൽ നിന്ന് പത്മകുമാറിലും, പഴയ ദേവസ്വം ബോർഡിൻ്റെ 2 പ്രസിഡന്റുമാരിൽ നിന്നും. ഇനി നമുക്ക് അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് പത്മകുമാർ ഇത് ആർക്ക് കൈമാറുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാസു പറഞ്ഞായിരുന്നല്ലോ, ഞാനല്ല ചെമ്പെന്ന് എഴുതിയത്. ഇത് ചെമ്പെന്ന് എഴുതിയത് 2017 മുതൽ 19 വരെ ഉണ്ടായിരുന്ന ബോർഡിലെ ഭാരവാഹികളാണ്, അതിൻ്റെ പ്രസിഡന്റും മെമ്പർമാരുമാണ്. അവരൊക്കെയാണ് ഉത്തരവാദികൾ എന്നാണ് വാസു പറഞ്ഞത്. അതേ തുടർന്നാണ് അത് പത്മകുമാറിലേക്ക് എത്തിയത്. ഇനി പത്മകുമാർ ആരിലേക്കാണ് ഇത് കൈമാറാൻ പോകുന്നത്? അതാണ് ഇനി അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, പത്മകുമാർ ചില കാര്യങ്ങൾ മുമ്പ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. തെളിച്ച് പറഞ്ഞിട്ടില്ല അദ്ദേഹം. ചില കാര്യങ്ങൾ പറയാതെ അദ്ദേഹം ഒതുക്കി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം അങ്ങനെയാണ്, ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് എല്ലാ പഴിയും ഞങ്ങളുടെ ബോർഡിലേക്ക്, അതായത് 2017 എൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചില പേരുകളൊക്കെ വിളിച്ചു പറയും. എനിക്കറിയാം ആരൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഒരു പക്ഷേ ഇന്ന് SITയോടെ പറഞ്ഞു കാണുമോ? SIT മൊഴിയെടുത്തിട്ടുണ്ടല്ലോ. പത്മകുമാറിനെ മാത്രമല്ല, മുമ്പ് അനന്തകൃഷ്ണൻ പറഞ്ഞതുപോലെ വാസുവിനെ രാവിലെ പോലീസ് കസ്റ്റഡി കിട്ടി. ഇന്ന് വൈകുന്നേരം 6 മണി വരെ മറ്റോ വാസുവിനെ കൂടെ പോലീസ് കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ 2 പേരെയും കൂടെ ഒന്നിച്ചിരുത്തി ആയിരിക്കുമോ ചോദ്യം ചെയ്തത്? വാസുവിനെ ഇപ്പം കൊട്ടാരക്കരയിൽ നിന്ന് പൂജപ്പുര ജയിലിൽ റിമാൻഡ് ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വാസുവിനെയും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കാണും. അപ്പോൾ 2 പേരെയും കൂടെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായിട്ട് കിട്ടിക്കാണും അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്മകുമാർ ആരുടെയൊക്കെ പേരിനെയും പറഞ്ഞു കാണും. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പരാമർശമാണ്. അതിന് ശേഷം അദ്ദേഹം നടത്തിയ മറ്റൊരു പരാമർശം അതേ പത്രസമ്മേളനത്തിൽ തന്നെയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന രണ്ടാമത്തെ പരാമർശം എന്ന് പറയുന്നത്, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയത്തില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് മുമ്പേ ഞാൻ 2017 പ്രസിഡന്റ് ആകുന്നത്. 2007 തന്നെ പോറ്റി ശബരിമലയിലെത്തി എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഏറെ ദൈവതുല്യരായിട്ട് കാണുന്ന ചിലരുടെ പരിഗണനയിൽ, ചിലരുടെ താല്പര്യം പ്രമാണിച്ചാണ്, ചിലരുടെ താല്പര്യപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയെന്നുള്ളത്. ഈ ദൈവതുല്യരാരാണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നില്ല കേട്ടോ. ആരാണ് ദൈവതുല്യരെന്ന് അദ്ദേഹം പറയുന്നത്? ഒരു പക്ഷെങ്കിൽ ശബരിമലയിലുള്ള അയ്യപ്പസ്വാമി കഴിഞ്ഞുള്ള വല്ല ദൈവതുല്യരായിരിക്കുമോ? അതോ ഇനി പാർട്ടിക്കകത്ത് ഉണ്ടാകാമല്ലോ, പാർട്ടിക്കകത്തിൽ അദ്ദേഹം ദൈവതുല്യരായിട്ട് കാണുന്ന ആളുകളും ഉണ്ടാകാം. അവരിൽ ആരെങ്കിലുമാണോ? ആ കാര്യത്തിൽ എന്തായാലും പത്മകുമാറാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. അദ്ദേഹം പിന്നെ മറ്റൊരു കാര്യം അന്നേരം എടുത്ത് പറഞ്ഞിരുന്നു, 2007 ചില അയ്യപ്പ ക്ഷേത്രങ്ങളെ, ബാംഗ്ലൂരിലുള്ള ചില അയ്യപ്പ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ജലഹള്ളിയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ, അതേപോലെ തന്നെ ശ്രീരാംപുര, ഈ 2 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കൈക്കാരനായിട്ടൊക്കെ നടന്ന ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ ആലപ്പുഴക്കാരനായ ഒരു അച്യുതാനന്ദം പോറ്റിയോ എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് സന്നിധാനത്ത് വന്നത്. അപ്പോൾ ഈ 2 അയ്യപ്പ ക്ഷേത്രങ്ങളിലെയും തന്ത്രിസ്ഥാനത്തുള്ള ആരായിരുന്നു? തന്ത്രിസ്ഥാനത്തുള്ള ആളായിരുന്നു എന്നുള്ളത് തെളിച്ചു പറയുന്നില്ല. അതെ, അതാരാണെന്നറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവതുല്യൻ ആരാണെന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. ഈ തന്ത്രിമാരെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതിനകത്തിൽ നമ്മൾ കഴിഞ്ഞ തവണയും കണ്ടില്ലേ, കഴിഞ്ഞ തവണയും മറ്റേ ഈ
ജുവലറി നടത്തുന്ന ഗോവർദ്ധനാണല്ലോ പിന്നെ ഇദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ സ്വർണം ഇങ്ങനെ പിന്നെ കിലോ കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കിലോ കണക്കിന് സംഭാവന, സ്പോൺസർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് ഗോവർദ്ധൻ്റെ ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ ആരെയാണ് കൊണ്ടുപോയത്? ഗോവർദ്ധൻ്റെ ജുവലറി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. സാധാരണഗതിയിൽ ജുവലറി ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ്? ആ നാട്ടിലെ സിനിമാ നടിമാരോ അല്ലെ സീരിയൽ നടിമാരോ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. നമ്മുടെ നാട്ടിലെ ഹണി റോസ് അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അതൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ ശബരിമല തന്ത്രിയാണ് കൊണ്ടുപോയിട്ട് ജുവലറി ഉദ്ഘാടനം ചെയ്യിച്ചിരിക്കുന്നത്. ശബരിമല തന്ത്രിക്ക് പിന്നെ ബാംഗ്ലൂരിലെ ജുവലറിയുമായിട്ട് എന്താ ബന്ധം? അദ്ദേഹത്തിന് അത്രയും വലിയ പോപ്പുലാരിറ്റി ബാംഗ്ലൂരിലുണ്ടോ? അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആസൂത്രണം ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഈ പരിപാടികളൊക്കെ നടത്തിയത്. ഇനി മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പരമപ്രധാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പത്മകുമാറിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ശബരിമല സീസൺ കഴിഞ്ഞാൽ ചിലരൊക്കെ വിമാനയാത്ര ചെയ്യുമല്ലോ, വിദേശമടക്കം. അതായത് 2 ടെർമിനലിൽ കൂടെയും പോകുന്നതാണ്, ഡൊമസ്റ്റിക്കിൽ കൂടെയും ഇൻ്റർനാഷണൽ ടെർമിനലിൽ കൂടെയും പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ചില ഭാരവാഹികളും വിമാനയാത്ര ചെയ്യാറുണ്ട്. ഇവരാരുടെ സ്പോൺസർഷിപ്പിലാണ് യാത്ര ചെയ്തത്? വലിയ ഗൗരവമുള്ള ചോദ്യമാണ്. അതിനെ നമ്മൾ പറഞ്ഞില്ലേ, ആ കൃത്യമായിട്ട് അതിനെ നമ്മൾ അസസ് ചെയ്യണം. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഈ ഓപ്പറേഷൻ തുടങ്ങിയ പിന്നെ, ശബരിമലയിലെ കളവ് തുടങ്ങിയ പിന്നെ അല്ലെങ്കിൽ മോഷണം തുടങ്ങിയ പിന്നെ അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും വിമാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ അദാനി തിരുവനന്തപുരം അദാനി എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ കമ്പഗൌഡ എയർപോർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വല്ല ഇതൊക്കെ കാർഡൊക്കെ കിട്ടിക്കാണ് ഏറ്റവും കൂടുതൽ വിമാനത്തിൽ യാത്ര ചെയ്തതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വിമാനയാത്രയും വിദേശയാത്രയും ഒക്കെ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട കോടതി ഒരു സുഭാഷ് കപൂറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പരാമർശത്തിനകത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറയുന്നുണ്ടായിരുന്നു. ദേവസ്വം ബെഞ്ച് അങ്ങനെ വെറുതെ ഒന്നും കാണാതെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റാരുടെയും പേര് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ലോ പ്രൊഫൈലിലുള്ള നമ്മുടെ ചെറിയ വിഗ്രഹമോഷ്ടാവായ പിന്നെ ഏറ്റുമാനൂരപ്പൻ്റെ വിഗ്രഹം അടിച്ചുകൊണ്ട് വെള്ളത്തൂവൽ സ്റ്റീഫനെ കുറിച്ചും ചാൾസ് ശോഭാനെ കുറിച്ചും നല്ലല്ലോ പറഞ്ഞത് ഈ സുഭാഷ് കപൂറിനെ കുറിച്ചാണ്. സുഭാഷ് കപൂറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റെപ്ലിക്കയുടെ പിന്നെ ഉണ്ടാക്കി വെക്കുക. നല്ല സ്വർണ്ണങ്ങൾ, ഇപ്പോൾ പഴയ പാണ്ഡ്യരാജാക്കന്മാരും ചോളരാജാക്കന്മാരും പണിഞ്ഞിരിക്കുന്ന അമ്പലങ്ങളിൽ നിന്നൊക്കെ സ്വർണ്ണവും അതിൻ്റെ പാളികളൊക്കെ അടിച്ചു മാറ്റിയ ശേഷം പിന്നെ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലൈസൻസിൽ ഈ ഒറിജിനൽ വസ്തുക്കൾ കടത്തുക. ഇതാണല്ലോ ഇയാളുടെ പരിപാടി എന്ന് പറയുന്നത്. ഇയാൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേണ്ട 1500-2000 കോടി രൂപയാണ് ഈ പിന്നെ ഗ്യാങ്ങിനെ അയച്ച് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതാണ്. ഇപ്പോൾ ഇവിടെ തിരുച്ചിറപ്പള്ളി ഏതോ ജയിലിൽ കിടക്കുകയാണെന്നാണ് പറയുന്നത്. എനിക്കിപ്പോഴും സംശയമുണ്ട് മാധു, ഈ ജയിലിൽ കിടക്കുന്നത് ഈ ഒറിജിനൽ സുഭാഷ് കപൂർ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതോ ഇനി അടറപ്പിളക്കുകയാണോ എന്ന് അറിയത്തില്ല. അത്ര ആനക്കള്ളന്മാരാണ്. അതിനെക്കുറിച്ചാണ് കൃത്യമായ സൂചനകൾ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അന്വേഷിച്ച് വരട്ടെ, ബാറ്റൻ എങ്ങോട്ട് വരട്ടെന്നറിയാം. പത്മകുമാറിന്റെ ബാറ്റൻ എങ്ങോട്ട് പോയി നമുക്കറിയാം. ശരി, അങ്ങ് ഈ ചുരുങ്ങിയ സമയം മാത്രമേ ഞങ്ങളോടൊപ്പം ചർച്ചയിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതെ. മാത്രമല്ല, വളരെ കൗതുകകരമായ ഒരു കാര്യവും വളരെ ചരിത്രപരമായ കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്.